നമസ്കാരം. നമ്മൾ ഏകദേശം ഈ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ഒരു കോള് ഉണ്ടായിരുന്നു. കോൾ ഓപ്ഷനില്ല, പുട്ട് എടുക്കാനുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച. ഇത് 26,300 അല്ലെങ്കിൽ ഈ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടുന്ന് പുട്ട് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 40 പോയിന്റിൽ മിനിമം കിട്ടുന്നുള്ളതായിരുന്നു. ഒരു 10-100 പോയിന്റോളം താഴെ വന്നിട്ടുണ്ട്. അത് എത്ര പേര് എടുത്തെന്ന് അറിയില്ല. ഈ ഒരു റേഞ്ചാണ് പറഞ്ഞത്. കറക്റ്റ് ആ എഡ്ജിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന വ്യൂ, ഇവിടെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ബേസ്മെൻറ്റ് ഇനി ഇവിടെ നിന്നും ഇത്രയും എക്സ്റ്റെൻഡ് ആയിട്ട് 38% മിനിമം ഒരു ഈ റേഞ്ച് വരെ ഒരു 26,200 വന്നിട്ട് തിരിച്ച് കയറി റീടെസ്റ്റ് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് ഒന്നും കൂടി റീടെസ്റ്റിങ് നടന്നിട്ട് 26 ഇനി പോവുകയാണെന്ന് വെച്ചെങ്കിൽ 28,300 വരെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്യാതെ തിരിച്ച് കയറിയാൽ നമുക്കൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച ഒരു ടാർഗറ്റ് ഏകദേശം 26,500 ഈ റണ്ണിങ്ങിൽ നേരെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ. അതല്ല ഇതിൻ്റെ ബോട്ട് അടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ബോട്ടത്തിൽ ക്രോസ് ചെയ്യുകയാണ് രാവിലെ തന്നെ വെച്ചെങ്കിൽ ചിലപ്പോൾ സിഗ്സാഗ് മോഡലിൽ കുറച്ചും കൂടി താഴെ വന്നിട്ടൊക്കെ ആവും കയറി പോകാൻ സാധ്യത. നിലവിൽ ഇതൊരു സെൻട്രൽ പൊസിഷനാണ്. പ്രത്യേകിച്ച് ഇവിടെ നമുക്കൊരു ട്രേഡ് മോഡ് ഉണ്ടോയെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് പറയാൻ. ഈ ഒരു റണ്ണിങ് കപ്പാസിറ്റി കഴിഞ്ഞു ഈ 1 മിനിറ്റ് ക്യാൻഡിലായിട്ട് ഓപ്പണിങ്ങിൽ ഏത് ഡയറക്ഷനിൽ കൊണ്ട് ഓപ്പൺ ആക്കുമെന്ന് അറിയില്ല. നിലവിൽ ഇതിൻ്റെ ഒരു ലെവൽ കഴിഞ്ഞാണ് നിൽക്കുന്നത്, സ്റ്റാൻഡേർഡ് ലെവൽ കഴിഞ്ഞാൽ നിൽക്കുന്നത്. മിനിമം ഒരു 26,240 ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കാം. എന്നിട്ട് തിരിച്ചൊന്ന് ബോട്ട് അടിച്ച് ചിലപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂഷൻ, അതല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ കിട്ടി ഇവിടെ വരെ എത്തി 26,300 എത്തി റീടെസ്റ്റ് ചെയ്താൽ ഒരു റണ്ണിങ് മോഡ് കിട്ടും 26,500. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനായിട്ട് നിലവിൽ ഇതിന് വേറെ ബേസ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി ഈ സപ്പോർട്ട് ഏരിയ കറക്റ്റായിട്ട് 1 തവണ 2 തവണയൊക്കെ സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഏകദേശം ആ സപ്പോർട്ടിൻ്റെ സോണിൽ തന്നെയാണ്. അത്ര മതി. ഈ ബേസ്മെൻറ്റ് ഓക്കെയാണ്. ഇനി വേണ്ടത് ഒരു റീടെസ്റ്റാണ്. ഇനി കയറാണെന്ന് വെച്ചാൽ കുറച്ച് വീക്കാണ് മാർക്കറ്റ്, എന്നാലും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 26,300 വരെ ഇവിടെ നിന്ന് കയറണം, താഴെ പോവാതെ. ഇനി താഴെ പോവാതെ നേരെ കയറണം. എന്നിട്ടൊരു റീടെസ്റ്റും കൂടി തിരികെ വന്നിട്ട് കയറിയാൽ മാത്രമേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഇതൊരു സെൻട്രൽ പോയിൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ട്രേഡ് മോഡ് പറയുക എന്നുള്ളത് എളുപ്പമല്ല. ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ അതിൽ തിങ്കളാഴ്ച തീരുമാനമാവും ഈ ഒരു ഏരിയ എഡ്ജ് ആയതുകൊണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ പോവുകയാണെന്നുവെച്ചെങ്കിൽ ഇപ്പം നിലവിൽ ട്രെൻഡ് ലൈൻ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഒരു ട്രയാങ്കിൾ മോഡ് കാണുന്നുണ്ട്. ഇതിന് സാധാരണ ഇങ്ങനെ വരുന്ന ഒരു സംഭവം ഒരു എൻഡിങ് ഡയഗണലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇതിനി ഇവിടെ ഈ ഒരു ഏരിയ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. 26,300 ബ്രേക്ക് ഇവിടെ റീടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 26,300 വരെ പോയിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഇതേ ട്രെൻഡ് ലൈനെ റീടെസ്റ്റ് ചെയ്തിട്ട് കയറുകയാണെങ്കിൽ, ഇപ്പോൾ നിൽക്കുന്ന സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്തിട്ട് കയറുകയാണെങ്കിൽ ഇത് ഒരു പാറ്റേൺ വരാൻ സാധ്യതയുള്ളത്. പാറ്റേൺ വരുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടവർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ വരിന്ന് പോകുന്നതാണ്. ഇത് ഇവിടെ നിന്ന് തന്നെ സ്ട്രെയിറ്റ് കയറുകയാണെങ്കിൽ ഒരു മൂവ്മെൻറ്റും കൂടി വന്ന് ചിലപ്പോൾ ഒന്ന് ടോപ്പ് ക്രോസ് ചെയ്തതിന് ശേഷം വന്നിട്ട് വീണ്ടും കയറി ഈ റേഞ്ചിലേക്ക് എത്താം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയാവുന്നത് ഈ ബേസ് വെച്ച് നോക്കുമ്പോൾ ഈ കോൺട്രാക്റ്റിംഗ് ടൈപ്പ് ട്രയാങ്കിൾ അത് ഇതിന് മാക്സിമം നമുക്ക് ഇത്ര പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് വലിയ രീതിയിൽ താഴ്ത്തി ക്രാഷ് ചെയ്യും. അത് ഈ പാറ്റേൺ സ്വഭാവം ഫുള്ളായിട്ട് വന്നാലേ അറിയുള്ളൂ. ഇനി നിലവിൽ ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഇതൊരു ഗസ്സിങ് മോഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പാറ്റേൺ അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം വേരിയേഷൻ അനുസരിച്ചാണ് മൂവ് ചെയ്യത്തുള്ളൂ. ഇത് ഏകദേശം ഈ ഒരു ടൈറ്റ് പൊസിഷൻ വരെ വന്നിട്ടാണ് കയറണം വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കയറി ഒരു ഇതേപോലെ 26,300 ഈ ഒരു റേഞ്ച് എത്തിയിട്ട് വീണ്ടും തിരിച്ച് ഇത്ര തന്നെ ഇറങ്ങി വീണ്ടും കയറി ചിലപ്പോൾ 26,400, 500 എത്തും. അത് ചിലപ്പോൾ അവിടെ വെച്ച് ക്ലൈമാക്സ് അടിച്ചിട്ട് തിരിച്ച് താഴ്ത്തി വോളട്ടൈലായിട്ട് തിരിച്ച് താഴ്ത്തിക്ക് വരാൻ ചെയ്യുക. ഈ ഒരു റേഞ്ചൊക്കെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഡ്രോപ്പ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് മോഡായിരിക്കും. ഈ 2 പാറ്റേണാണ് കൂടുതലും ഇവിടെ വരാനുള്ള സാധ്യത നിലവിൽ. ഒരു കൺസോൾട്ടേഷൻ മോഡാണെങ്കിൽ കൺസോൾട്ടേഷൻ മോഡ് വന്നിട്ട്, കാരണം ഒരു എഡ്ജിൽ വരുന്ന ഇതുപോലൊരു ബൾക്ക് റാലി വന്നു കഴിഞ്ഞാൽ അതിനെ സോർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ഒരു 2 പാറ്റേൺ ആണുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ നേരെ സിഗ്സാഗ് അടിക്കണം. സിഗ്സാഗ് കാണിച്ചെങ്കിൽ ഈ ഒരു ബേസ്മെൻറ്റ് കഴിഞ്ഞ് ഇതിന് താഴത്തേക്ക് ഇറങ്ങി നേരെ ഇവിടെ ഒരു 26,100 അല്ലെങ്കിൽ 670-60 വരെ, അല്ലെങ്കിൽ മാക്സിമം 26,000 ഈ ഒരു റേഞ്ച് വരെ വന്നിട്ടാവും അടുത്ത ബൗൺസിങ് പോയിൻ്റ് ആയിട്ട് മാറാം. അത് ആ ഒരു ചെറിയ വേരിയേഷനുകളിലൂടെ പോകേണ്ടി വരും. നിലവിൽ ഇത് തിങ്കളാഴ്ച ഡിസിഷൻ നടക്കത്തേ ഉള്ളൂ. ഈ ഒരു പോയിൻ്റ് ഇങ്ങടെ മൂവ് ചെയ്യുന്നത് അതനുസരിച്ച് ആണ്, അടുത്ത വേരിയേഷൻ അനുസരിച്ച് മാത്രമേ ഇതിൽ ട്രേഡ് മോഡ് വരുന്നുള്ളൂ.
നമ്മൾ ടോട്ടൽ സൈസിൻ്റെ ഒരു 1 ഹവറിൻ്റെ ഒക്കെ സൈസിൽ പ്രതീക്ഷിക്കുന്ന ഒരു 26,500 വരെയാണ്. ഇതിനുള്ളിൽ ഇവിടുന്ന് താഴേക്ക് വന്നാലും ഈ ഒരു റേഞ്ച് വരെ വന്നാലും ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇറങ്ങി ഇതുവരെ വന്നാൽ പോലും ആ 26,500 വാലിഡായിട്ട് തന്നെ നിൽക്കും. അത് തിരിച്ച് പോകാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു ട്രയാങ്കിൾ മോഡ് ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞൊരു എക്സ്പാൻഡിങ് ടൈപ്പ്. ഇതിപ്പോൾ 1 ഹവറിലാണ് നോക്കുന്നത്. ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ വരുമ്പോൾ സ്ട്രൈറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് കൂടി കൊടുത്തിട്ട് വരാൻ സാധ്യത. അങ്ങനെ വെച്ചാൽ ഇതിനെ മുഴുവൻ ബ്രേക്ക് ചെയ്ത് പിന്നെ ഈ ബോട്ടം കൂടി ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ കറക്ഷൻ മോഡ് ഞാനൊരു ഉദ്ദേശിക്കുന്നത് ആ 26,500 കഴിഞ്ഞ വലിയൊരു കറക്ഷൻ മോഡാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ വേരിയേഷൻ, ഈ ഒരു വേരിയേഷനെ കറക്റ്റ് ചെയ്ത് താഴ്ത്തി കൊണ്ടുവരേണ്ട ഒരു ഇത് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വരാവുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഈ കാണുന്നത് ഈ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന ഈ ഒരു ട്രയാങ്കിൾ ഒരു സ്ഥിരമായിട്ട് കണ്ടിന്യൂഷൻ കൊടുക്കുന്നതല്ല. പൊതുവെ 26,500 ഇതുവരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങി ഇതിൻ്റെ ബോട്ടം ബ്രേക്ക് ചെയ്ത് നമുക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ടാണ് മെയിൻ സൈക്കിളിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ എത്തിയിട്ട് ഇത് ബോട്ടം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നമുക്ക് ജസ്റ്റ് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പാറ്റേൺ നിലനിൽക്കുന്നതല്ല, കണ്ടിന്യൂഷൻ തരുന്നൊരു പാറ്റേൺ അല്ല. ഇതിന് മുകളിലേക്കൊന്നും കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നൊരു പാറ്റേൺ അല്ല എന്ന് മാത്രം. അപ്പോൾ 1 മിനിറ്റിലുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വേരിയേഷനിലൂടെ പോകാം. സ്വിങ്ങൊക്കെ ചെയ്യണവർ ഈ ഒരു സമയത്ത് വലിയ കളികൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ള ഏരിയകളാണിത്. പിന്നെ നിങ്ങൾ ബൈങ് സെല്ലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയും കണ്ട് ചെയ്യുക, നല്ല സ്റ്റോപ്പ് ലോസുകളൊക്കെ വെച്ചിട്ട്. നമ്മൾ ഈ ട്രേഡിന് എന്ന് പറഞ്ഞ് സ്വിങ്ങിന് എന്ന് പറഞ്ഞ് കയറിയിട്ട് അത് ചിലപ്പോൾ സ്വിങ്ങൊന്നും ആയിരിക്കില്ല, സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടില്ല. ഇത്തരം ഏരിയകൾ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ, സ്റ്റോപ്പ് ലോസ് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ട്രേഡ് ഇല്ല. ഇതുപോലെ സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷനാണ്. കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കണ്ടിന്യൂഷൻ അല്ല ഇവിടെ വരുന്നത്. ഇവിടെ നേരെ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റേബിളായിട്ട് നിന്നിട്ട് തിരിച്ച് കയറണം, എന്നാലേ ഇതിന് പിന്നെ ഒരു കണ്ടിന്യൂഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് പിന്നെ വരുന്നത് ഈ ഒരു റേഞ്ചിലാണ്. സെയിം ഇതേപോലത്തെ ഒരു പാറ്റേൺ ആണ്, ഈ റേഞ്ചിലാണ്. ഇവിടെയും സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് എവിടെയാണ് സപ്പോർട്ട് എടുക്കുക എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അടുത്ത ഒരു 6 മാസത്തേക്ക് കൂടി ചിലപ്പോൾ ഹോൾഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനത്തെ ഡേഞ്ചർ സ്ഥലങ്ങൾ സൂക്ഷിക്കുന്നത് പറയുന്നത്. ഇപ്പോൾ ഓൾ ടൈം ഹൈയുടെ ഏരിയയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് ബേസിക്കായിട്ട്.